Hi all. Today we are going to deal with a memory. We have covered almost all the parts of cognition. Lastly, we covered learning. Then we are moving on to memory. നമുക്കറിയാം വാട്ട് ഈസ് മെമ്മറി എന്നുള്ളത് അല്ലേ. വി നോ വാട്ട് ഈസ് മെമ്മറി. നമുക്കൊരു ലേമാൻ സെൻസിൽ പറയുകയാണെങ്കിൽ മെമ്മറി റെഫേഴ്സ് ടു ദ പ്രോസസ് ദാറ്റ് ആർ യൂസ് ടു അക്വയർ, സ്റ്റോർ, റീറ്റെയിൻ ആൻഡ് ലേറ്റർ റിട്രൈവ് ഇൻഫർമേഷൻ. ഇവിടെ തന്നെ വളരെ ക്ലിയർ ആണ്. refers to the processes that are used to acquire, store, retain and later retrieve information. We are storing the information we get അല്ലേ. അത് നമ്മളുടെ ബ്രെയിനിലോ ഒക്കെ നമ്മൾ കിട്ടുന്ന അക്വയർ ചെയ്യാറുണ്ട്. അതിനുശേഷം അത് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? റീറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി, ഫോർ ഫർദർ റെഫറൻസിന് വേണ്ടി, അല്ലെങ്കിൽ റിട്രൈവ് ചെയ്തെടുത്ത് യൂസ് ചെയ്യാനായിട്ട് നമ്മളിത് ചെയ്തു വെക്കുന്ന ആ പ്രോസസ്സിന് ഓൾ ടുഗദർ പറയുന്ന പേരാണ് മെമ്മറി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മെമ്മറി ഈസ് എ പ്രോസസ് ഓഫ് മെയിൻറ്റെയിനിങ് ഇൻഫർമേഷൻ ഓവർ ടൈം. അത് മാറ്റ്ലിൻ 2005 കൊടുത്തൊരു ഡെഫിനിഷനാണ്. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് മെയിൻറ്റെയിനിങ് ഇൻഫർമേഷൻ ഓവർ ടൈം. നമുക്ക് കാലാകാലങ്ങളായിട്ട് അല്ലെങ്കിൽ നാളുകളിലേക്കായി നമ്മൾ മെമ്മറി നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനെ, ആ ഇൻഫർമേഷനെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്ന പ്രോസസ്സിനാണ് മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ അടുത്ത ഡെഫിനിഷനിൽ സ്റ്റേൺബർഗ് 1999 കൊടുത്ത ഡെഫിനിഷനിൽ മെമ്മറിയെ പറ്റി പറയുന്നത്, മെമ്മറി ഈസ് ദ മീൻസ് ബൈ വിച്ച് വി ഡ്രോ ഓൺ അവർ പാസ്റ്റ് എക്സ്പീരിയൻസസ് ഇൻ ഓർഡർ ടു യൂസ് ദിസ് ഇൻഫർമേഷൻ ഇൻ ദ പ്രസൻറ്റ്. അപ്പോൾ നമ്മളുടെ പാസ്റ്റ് എക്സ്പീരിയൻസിനെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ. ഇൻ ഓർഡർ ടു യൂസ് ഫ്യൂച്ചർ, എങ്ങോട്ടാണെങ്കിലും അല്ലെ പ്രസൻറ്റിലോ ഫ്യൂച്ചറിലോ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അല്ലെ നമുക്കുണ്ടായ ഇൻസിഡൻസ് ഇതിനെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ ഡ്രോ ചെയ്ത് വെക്കുന്ന ഒരു പ്രോസസ്സാണ് മെമ്മറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയല്ലോ? അപ്പോൾ അടുത്തതിലേക്ക് പോകാം. സ്റ്റേജസ് ഓഫ് മെമ്മറി. മെമ്മറിയുടെ സ്റ്റേജസ് മെയിൻലി 3 പറയുന്നത്. ഇമീഡിയറ്റ് എന്നത്, രണ്ടാമത്തെ ഷോർട്ട് ടൈം, മൂന്നാമത്തെ ലോങ് ടൈം മെമ്മറി. നമുക്കറിയാം ഇത് ശരിക്കും ഒരു സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രോസസ്സും കൂടിയാണ്. ഓർത്തിരിക്കുക, ഇവിടെ ഇമ്മീഡിയറ്റ് മെമ്മറിയിലേക്കാണ് ആദ്യം ഇൻഫർമേഷൻ കിട്ടുന്നത്, നമ്മളുടെ സെൻസറി മെമ്മറിയിലേക്ക് വളരെ ചെറിയ സമയത്ത് അത് നിൽക്കുള്ളൂ. അതിനുശേഷം നമുക്ക് റിഹേഴ്സൽ ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും നമ്മൾ അതിനെ പറ്റിയിട്ട് എന്താ പറയണേ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഷോർട്ട് ടൈം മെമ്മറിയിലേക്ക് പ്രോപ്പർ റിഹേഴ്സൽ ഉണ്ടെങ്കിൽ അത് ലോങ് ടൈം മെമ്മറിയിലേക്കും പോവുകയാണ് ചെയ്തത്. ഇതാണ് ശരിക്കും നമ്മളൊരു ഒരു ജനറൽ സെൻസിൽ നമ്മൾ ആലോചിച്ചാൽ നമുക്ക് തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം. എനിവേ ഇവിടെ പറയുന്നുണ്ട്, ഇൻഫർമേഷൻ ബിഗിൻസ് ഇൻ സെൻസറി മെമ്മറി, മൂവ്സ് ടു ഷോർട്ട് ടൈം മെമ്മറി ആൻഡ് ഇവഞ്ച്വലി മൂവ്സ് ടു ലോങ് ടൈം മെമ്മറി. ഇതാണ് മെമ്മറിയുടെ ഒരു പ്രോസസ്സ്. നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഈ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് വിടുന്ന ഒരു പ്രോസസ്സ് ഇതാണ്. അതായത് സെൻസറി മെമ്മറി അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് മെമ്മറിയിൽ തുടങ്ങി ഷോർട്ട് ടൈം മെമ്മറിയിലേക്കും അതിനുശേഷം ലോങ് ടൈം മെമ്മറിയിലേക്കുമാണ് നമുക്ക് വേണ്ട ഇൻഫർമേഷൻ നമ്മൾ സേവ് ചെയ്ത് വെക്കാറുള്ളത്. ഇവിടെ പറയുന്നത്, നോട്ട് ഓൾ ഇൻഫർമേഷൻ മൂവ്സ് ത്രൂ ഓൾ ദീസ് 3 സ്റ്റേജസ്, ഇറ്റ് മേ ഫോർഗെറ്റ്. അപ്പോൾ എല്ലാ കിട്ടുന്ന ഇൻഫർമേഷനും നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ നമ്മളുടെ ഡേറ്റ എല്ലാം ഈ സ്റ്റേജുകളിലൂടെ കടന്നു പോകാറില്ല. മറിച്ച് അത് ചില കാര്യങ്ങളിൽ നമ്മളത് മറന്നു പോകാറുണ്ട്, ഫോർഗെറ്റ് ആയി പോകുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകാറുണ്ട്. വെദർ ദ ഇൻഫർമേഷൻ മൂവ്സ് ഫ്രം വൺ അനദർ ഓർ വെദർ ഇറ്റ് ഈസ് ലോസ്റ്റ് ഫ്രം മെമ്മറി എൻറ്റയർലി ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ദ ഇൻഫർമേഷൻ ഈസ് അറ്റൻഡഡ് ടു ആൻഡ് പ്രോസസ്ഡ്. ഓക്കെ. ഇവിടെ ശരിക്കും കുറേയേറെ കാര്യങ്ങളുണ്ട്. നമുക്ക് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നമുക്ക് പഠിക്കാം മെമ്മറിയിൽ. അത് ലേറ്റർ പാർട്ടിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ, മെമ്മറിയിൽ തന്നെ. എനിവേ ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഇവിടെ കിട്ടുന്ന എല്ലാ ഇൻഫർമേഷനും ഈ പ്രോസസ്സിലൂടെ കടന്നു പോകുകയല്ല, ചിലപ്പോൾ മറന്നു പോകാറുണ്ടെന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. ഇത് മറന്നു പോവുകയോ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഈ പ്രോസസ്സിലൂടെ ഈ സ്റ്റേജസിലൂടെ കടന്നു പോവുകയോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന നമ്മളുടെ കണ്ടൻറ്റ്. അതോടൊപ്പം തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഇൻഡിവിജ്വൽ ഒരു സ്പെഷ്യാലിറ്റി മുഖേനയാണ്. കാരണം നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ എങ്ങനെ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നു, എങ്ങനെയാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു, ഇതിൻ്റെ എല്ലാം ഒരു ബേസിലാണ് ഈ ഇൻഫർമേഷൻ ലോങ് ടൈം മെമ്മറിയിലേക്ക് പോകുന്നുണ്ടോ അല്ലെ ഷോർട്ട് ടൈം മെമ്മറിയിലേക്കോ അല്ലെങ്കിൽ ലോങ് ടൈം മെമ്മറിയിലേക്ക് പോകുന്നുണ്ടോ ഇല്ലയോ എന്നറിയുന്നത്. ഓക്കെ. ദെൻ ടൈപ്സ് ഓഫ് മെമ്മറിയാണ്. അവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ ഒന്നാമത്തെ സെൻസറി അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് മെമ്മറി എന്നുള്ളതാണ് ആദ്യ ടൈപ്പ്. ഇവിടെ സെൻസറി മെമ്മറി അലൗസ് ഇൻഡിവിജ്വൽസ് ടു റീറ്റെയിൻ ഇംപ്രഷൻസ് ഓഫ് സെൻസറി ഇൻഫർമേഷൻ ആഫ്റ്റർ ദ ഒറിജിനൽ സ്റ്റിമുലസ് ഹാസ് സീസ്ഡ്. ഓക്കെ. സെൻസറി മെമ്മറി പറയുന്നത് നമുക്കൊരു വിഷ്വലായിട്ടോ അല്ലെ ഓഡിറ്ററിയോ എങ്ങനെയാണെങ്കിലും സെൻസറി മെമ്മറി നമ്മുടെ സെൻസ് ഓർഗനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ. എങ്ങനെയാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് അല്ലെ, ഡേറ്റ അല്ലെ സ്റ്റിമുലസിൻ്റെ
ഒരു 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 പിക്ചറോ അല്ലെങ്കിൽ ഒരു വോയിസോ ഒക്കെ നമുക്ക് കിട്ടുന്നത് നമ്മുടെ സെൻസ് ഓർഗൻ വഴിയാണ്. അവിടെ റിസപ്റ്റേഴ്സ് ഉണ്ട്, ശരിയല്ലേ? അപ്പോൾ ഇവിടെ സെൻസറി മെമ്മറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെൻസറി to retain impressions of sensory information. നമുക്ക് കിട്ടിയ ഇൻഫർമേഷനെ റീറ്റെയിൻ ചെയ്ത് വെക്കുന്നുണ്ട് കുറച്ച് സമയത്തിന്. ആഫ്റ്റർ ദ ഒറിജിനൽ സ്റ്റിമുലസ് ആർ സീസ്ഡ്. ആ സ്റ്റിമുലസും റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ മാറ്റിക്കഴിഞ്ഞാലോ ഇത് കുറച്ച് നേരത്തേനും കൂടി ഇത് സേവ് ചെയ്ത് വെക്കാനായിട്ടുള്ള, അതാണ് ശരിക്കും സെൻസറി മെമ്മറിയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്. സെൻസറി മെമ്മറി ഈസ് നോട്ട് ഇൻവോൾവ് ഹയർ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് ലൈക്ക് ഷോർട്ട് ആൻഡ് ലോങ് ടേം മെമ്മറി. ഇറ്റ് ഈസ് ഓൾസോ കോൺഷ്യസ്ലി കൺട്രോൾഡ്. അപ്പോൾ ഇവിടെ ശരിക്കും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോഗ്നിറ്റീവ് എഫേർട്ട് അല്ലെങ്കിൽ ഹയർ ഓർഡർ തിങ്കിങ് പ്രോസസ്സ് ഒന്നും ഈ സെൻസറി മെമ്മറിയിൽ വർക്ക് ചെയ്യുന്നില്ല. അത് ഷോർട്ട് ടൈം മെമ്മറിയിലോ ലോങ് ടൈം മെമ്മറിയിലോ ഒക്കെ ആകുമ്പോഴാണ്. മനസ്സിലായി? നമ്മളുടെ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്ത് സേവ് ചെയ്യണോ വേണ്ടയോ എന്നൊന്നും സെൻസറി മെമ്മറിയിൽ അങ്ങനെയുള്ളൊരു ഫംഗ്ഷൻ നടക്കുന്നില്ല. ഓക്കെ, ദ റോൾ ഓഫ് സെൻസറി മെമ്മറി ഈസ് ടു പ്രൊവൈഡ് എ ഡീറ്റെയിൽഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് അവർ എൻറ്റയർ സെൻസറി എക്സ്പീരിയൻസ് for which relevant pieces of information are extracted by short-term memory and processed by working memory. ഓക്കെ, നമ്മുടെ സെൻസറി മെമ്മറിയുടെ റോളാണ് ഇവിടെ പറയുന്നത്. ഡീറ്റെയിൽഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് അവർ എൻറ്റയർ സെൻസറി എക്സ്പീരിയൻസ് ഫോർ വിച്ച് റെലവൻറ്റ് പീസസ് ഓഫ് ഇൻഫർമേഷൻ ആർ എക്സ്ട്രാക്റ്റഡ് ബൈ ഷോർട്ട് ടൈം മെമ്മറി ആൻഡ് പ്രോസസ്ഡ് ബൈ വർക്കിംഗ് മെമ്മറി. മനസ്സിലായോ? നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനുകളെ അതിൻ്റെ ഒരു ക്ലാരിറ്റിയുള്ള അല്ലെ അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന വിധത്തിലുള്ള ഒരു സെൻസറി എക്സ്പോഷർ അവിടെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും സെൻസറി മെമ്മറിയുടെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കത് ഷോർട്ട് ടൈം മെമ്മറിയിലോ അല്ലെങ്കിൽ ലോങ് ടൈം മെമ്മറിയിലേക്കോ ഒക്കെ പോകണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിച്ചിട്ട് അതിലേക്ക് പോകാനായിട്ടുള്ള ഒരു എനേബിളറായി നിൽക്കുക. അതുമാത്രമാണ് സെൻസറി മെമ്മറിയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടൈപ്സ് ഓഫ് സെൻസറി മെമ്മറി ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ശരിക്കും സെൻസറി മെമ്മറി നമ്മളുടെ സെൻസ് ഓർഗനുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഇമ്മീഡിയറ്റ് മെമ്മറി. ഓക്കെ, അവിടെ പ്രധാനമായിട്ടും നമ്മളുടെ എല്ലാ സെൻസ് ഓർഗനുമായിട്ട് ചേർന്നിട്ട് നമുക്ക് സ്റ്റിമുലസിൻ്റെ എക്സ്പോഷർ കിട്ടാറുണ്ട്. ഓക്കെ, ഇതിനനുസരിച്ച് നമ്മളിത് സേവ് ചെയ്ത് വെക്കാറുണ്ട്. ടാക്ച്വലുണ്ട്, ഗസ്റ്റേറ്ററി, നമുക്കറിയാം ഏതൊക്കെയാണ് സെൻസസ് എന്ന്. ഓക്കെ, ഇവിടെ ഐക്കണിക് മെമ്മറി, എക്കോയിക് മെമ്മറി, ഹാപ്റ്റിക് മെമ്മറി, അങ്ങനെ 3 സംഭവങ്ങളാണ് ഇവിടെ പഠിക്കുന്നത് നമ്മൾ. ഐക്കണിക് മെമ്മറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനുകൾ വിഷ്വൽ ആണെങ്കിൽ നമ്മളത് സിമ്പിൾസ് ആയിട്ടാണ് നമ്മളുടെ ബ്രെയിനിലേക്ക് പോകുന്നത്, ശരിയല്ലേ? അല്ല, ഐക്കണുകളായിട്ടാണ്. അപ്പോൾ അതുമായിട്ട് ചേർന്നിട്ടുള്ള മെമ്മറിയാണ് ഐക്കണിക് മെമ്മറി എന്ന് പറയുന്നത്. സെൻസറി ഇൻപുട്ട് ടു ദ വിഷ്വൽ സിസ്റ്റം ഗോസ് ഇൻ ടു ഐക്കണിക് മെമ്മറി ആസ് ഐക്കൺസ്. ഹെൻസ് ദിസ് മെമ്മറി ഈസ് നെയിംഡ് ആസ് ഐക്കണിക് മെമ്മറി. ക്ലിയർ ആയല്ലോ? ഇതിൻ്റെ അകത്ത് കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ഒന്നും ആവശ്യമില്ല. സിമ്പിൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ഐക്കൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പം നമ്മളുടെ വിഷ്വൽ സ്റ്റിമുലസ് അങ്ങനെയാണ് പോകുന്നത്, അല്ലേ? വിഷ്വൽ സെൻസറി റിസപ്റ്റേഴ്സ് വഴി കിട്ടുന്ന ഇൻഫർമേഷൻ, അല്ലെങ്കിൽ നമ്മളുടെ വിഷ്വൽ അല്ലെ ഐയിലൂടെ കിട്ടുന്ന സംഭവങ്ങൾ, കിട്ടുന്ന ഇൻഫർമേഷനുകൾ നമ്മൾ സിമ്പിൾസ് അല്ലെങ്കിൽ ഐക്കണായിട്ടാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. അതാണ് ഐക്കണിക് മെമ്മറി എന്ന് പറയുന്നത്. മനസ്സിലായില്ല? രണ്ടാമത്തെ എക്കോയിക് മെമ്മറി. ഓർക്കുക, എക്കോയിക് എന്ന് പറഞ്ഞാൽ സിംപ്ലി ഓഡിറ്ററി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അവിടെ ഇറ്റ് ഈസ് എ സെൻസറി മെമ്മറി യൂസ്ഡ് ബൈ ദ ഓഡിറ്ററി സിസ്റ്റം. ഓക്കെ, എക്കോയിക് മെമ്മറി ഈസ് കേപ്പബിൾ ഓഫ് ഹോൾഡിംഗ് എ ലാർജ് എമൗണ്ട് ഓഫ് ഓഡിറ്ററി ഇൻഫർമേഷൻ ബട്ട് ഓൺലി ഫോർ 3 to 4 seconds. 3 മുതൽ 4 സെക്കൻഡ് വരെ നമുക്കിതിൻ്റെ ഒരു ആയുസുള്ളൂ. മൊത്തത്തിലും അതങ്ങനെയാണ്. മൊത്തം ഈ സെൻസറി മെമ്മറി അല്ലെ ഇമ്മീഡിയറ്റ് മെമ്മറിക്ക് 3 to 4 seconds ഒന്ന് റീറ്റെയിൻ ചെയ്ത് വെക്കാം, ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. ഓഡിറ്ററി ഇൻഫർമേഷൻ ആണെങ്കിൽ നമുക്ക് എന്തേരം വേണമെങ്കിലും നമ്മുടെ ഓഡിറ്ററി കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമുക്ക് സേവ് ചെയ്ത് വെക്കാം, പക്ഷേ 3 to 4 seconds പറ്റുള്ളൂ. ഓക്കെ, ഹാപ്റ്റിക് മെമ്മറി. ഇറ്റ് ഈസ് എ സെൻസറി മെമ്മറി യൂസ്ഡ് ബൈ ദ സെൻസ് ഓഫ് ടച്ച്. നമ്മുടെ ടാക്ച്വൽ ഗസ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഹാപ്റ്റിക് മെമ്മറി സീംസ് ടു ഡീകേ ആഫ്റ്റർ about 2 seconds. ഓക്കെ, അപ്പോൾ സെൻസറി മെമ്മറി നമ്മൾ എന്താണെന്ന് പഠിച്ചു. ഇമ്മീഡിയറ്റ് മെമ്മറിയാണ് നമ്മുടെ സെൻസ് ഓർഗനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മെമ്മറിയാണ്. നമുക്ക് കിട്ടുന്ന വിഷ്വൽ സ്റ്റിമുലസ് അല്ലെ ഓഡിറ്ററി സ്റ്റിമുലസ്, ഗസ്റ്റേറ്ററി, എങ്ങനെയാണെങ്കിലും നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനെ കുറച്ച് നേരത്തേന് ഒരു വിഷ്വൽ എക്സ്പോഷറിന് വേണ്ടി അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ മെമ്മറിയിൽ വെക്കുന്നത്, ആ മെമ്മറിയാണ് ശരിക്കും സെൻസറി മെമ്മറി എന്ന് പറയുന്നത്. നമ്മൾ സെൻസ് ഓർഗനുമായിട്ട് ബന്ധപ്പെട്ട് പല ടൈപ്സ് ഓഫ് സെൻസറി മെമ്മറി ഉണ്ട്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ ഐക്കണിക്, എക്കോയിക് ആൻഡ് ഹാപ്റ്റിക് മെമ്മറി, ഈ 3 സംഭവങ്ങളാണ് സെൻസറി മെമ്മറിയുടെ ടൈപ്സ് ആയിട്ട് പഠിച്ചത്. ക്ലിയർ ആയില്ല? ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാൻ നമുക്കിവിടെ സെക്കൻഡ് ടൈപ്പാണ് ഷോർട്ട് ടൈം മെമ്മറി. നമുക്കറിയാം ഷോർട്ട് ടൈം മെമ്മറി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾസോ നോൺ ആസ് വർക്കിംഗ് മെമ്മറി. വർക്കിംഗ് മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സിസ്റ്റം അല്ലെങ്കിൽ നമ്മളുടെ മൊബൈലിലെല്ലാം റാം ഉണ്ട് അല്ലേ, റാൻഡം ആക്സസ് മെമ്മറി അല്ലേ, ശരിയല്ലേ? അപ്പോൾ റാൻഡം അല്ലെ ആക്സസ് മെമ്മറി അല്ലെങ്കിൽ റാം എന്ന് പറയുന്നത് നമ്മളുടെ സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് മെമ്മറിയാണ്.
ഓക്കെ, അതുപോലെ തന്നെയാണ് ഇവിടെ ഷോർട്ട് ടൈം മെമ്മറി. നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനെ പ്രോസസ്സ് ചെയ്ത് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി, അതിൻ്റെ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടെല്ലാം ആണ് ഇവിടെ ഈ ഷോർട്ട് ടൈം മെമ്മറി ഉപയോഗിക്കുന്നത്. എനിവേ പോകാം. ഇറ്റ് ഹോൾഡ്സ് ഓൺലി എ ഫ്യൂ items. Research shows a range of 7 plus or minus 2 items and only lasts for about 20 seconds. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 5 മുതൽ 9 വരെ ഉള്ള ഐറ്റംസ് ആണ് നമുക്ക് ഇതിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയ്ക്കേ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? 5 to 9 പറഞ്ഞിരിക്കുന്നത് 7 പ്ലസ് ഓർ മൈനസ് 1. 7 പ്ലസ് 2 ആണെങ്കിൽ 9 ആവും, 7 മൈനസ് 2 ആണെങ്കിൽ 5 വരും. ഓക്കെ, 5 to 9 നിങ്ങൾ 7 പ്ലസ് ഓർ മൈനസ് എന്ന് തന്നെ പഠിക്കുക. ആൻഡ് ഓൺലി ലാസ്റ്റ് ഫോർ അബൌട്ട് 20 സെക്കൻഡ്സ്. മറ്റേതാണെങ്കിൽ 2 to 3 അല്ലെങ്കിൽ 3 to 4 ഒക്കെ നിൽക്കുകയുള്ളൂ. സെൻസറി മെമ്മറി അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് മെമ്മറി അത്രയും നിൽക്കുകയുള്ളെങ്കിൽ ഷോർട്ട് ടൈം മെമ്മറി നിൽക്കുന്നത് 20 സെക്കൻഡ് ആണ് ഓൾമോസ്റ്റ്. Okay, however, items can be moved from short-term memory to long-term memory via process like rehearsal. അപ്പം എങ്ങനെ നമ്മൾ ഈ ഷോർട്ട് ടൈം മെമ്മറിയിലെ ഇൻഫർമേഷനുകൾ ലോങ് ടൈം മെമ്മറിയിലേക്ക് പോകുമെന്ന് ചോദിച്ചാൽ ആണ് റിഹേഴ്സൽ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റിഹേഴ്സ് ചെയ്തുകൊണ്ടിരിക്കണം. ആൻ എക്സാമ്പിൾ ഓഫ് റിഹേഴ്സൽ ഈസ് വെൻ സമൺ ഗീവ്സ് യു എ ഫോൺ നമ്പർ. ഒരു എക്സാമ്പിളോടെ പറഞ്ഞിരിക്കുന്നുണ്ട്. നമുക്കൊരു ഫോൺ നമ്പർ ആരെങ്കിലും ഒരാൾ വെർബലി തന്നു വിചാരിക്കുക, നമ്മൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്നാൽ എഴുതിക്കോ എന്ന് പറയും. നമുക്ക് അറ്റ് എ ടൈം നോക്കുമ്പോൾ അറ്റ് ദാറ്റ് മൊമെൻറ്റ് നമ്മളുടെ കയ്യിൽ ഒരു പേനയോ പെൻസിലോ അങ്ങനെയൊന്നും കുറിച്ച് വെക്കാൻ പറ്റാത്ത സമയത്താണെങ്കിൽ നമ്മൾ നമ്മുടെ മെമ്മറിയിൽ സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക അല്ലേ. 9447525112 അങ്ങനെ പറയുകയാണെങ്കിൽ അപ്പം തന്നെ നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും നമ്മളുടെ മെമ്മറിയിൽ. പക്ഷേ ഏതെങ്കിലും ഒരാൾ വന്ന് ഇൻ്റർവ്യൂ ചെയ്തതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ ഈ കാര്യം മറന്നുപോകും. ക്ലിയറായോ? അപ്പോൾ റിഹേഴ്സൽ എന്നുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. Gives you a phone number verbally and you say it to yourself repeatedly until you can write it down. ഓക്കെ, നമുക്ക് എഴുതാൻ പറ്റുന്നിടത്തോളം സമയം നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കും. അത് ശരിക്കും റിഹേഴ്സൽ എന്ന് പറയുന്നത്. ഇഫ് സമ്മൺ ഇൻറ്ററപ്റ്റ്സ്, നമുക്ക് ആ റിഹേഴ്സൽ പാറ്റേൺ പോയി അത് ആ മെമ്മറി നമുക്കത് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. ക്ലിയർ ആയോ ഷോർട്ട് ടൈം മെമ്മറി എന്ന് പറയുന്നത്? അടുത്ത ടൈപ്പാണ് ലോങ് ടൈം മെമ്മറി. മെമ്മറിയുടെ അടുത്ത ടൈപ്പ് ലോങ് ടൈം മെമ്മറീസ് ആർ all the memories we hold for periods of time longer than a few seconds. It has a vast storage capacity. Long term memory can be explicit or implicit. അപ്പോൾ ലോങ് ടൈം മെമ്മറി എന്ന് പറഞ്ഞാൽ നമുക്കൊരു പറഞ്ഞു മാക്സിമം ഈ പറയുന്ന 20 സെക്കൻഡ് വരെയേ ഉള്ളൂ ഷോർട്ട് ടൈം മെമ്മറി നിൽക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ 20 സെക്കൻഡിന് മുകളിലേക്കുള്ള മെമ്മറികൾ, ക്ലിയർ ആയോ? അതിന് മുകളിലേക്ക് അപ് ടു എന്താ പറയുന്നത്, വി ഡൈ, അത്ര സമയത്തിന് എത്ര നാൾ നമ്മൾ വിചാരിക്കുന്നോ അത്ര നാളത്തേക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെയുള്ള മെമ്മറി. ആ മെമ്മറിയിലാണ് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നത്. ഓക്കെ, ലോങ് ടൈം മെമ്മറീസ് ആർ ഓൾ ദ മെമ്മറീസ് വി ഹോൾഡ് ഫോർ പീരീഡ്സ് ഓഫ് ടൈം ലോങ്ങർ ദാൻ എ ഫ്യൂ സെക്കൻഡ്സ്. ഈ പറയുന്ന 20 to 30 സെക്കൻഡ്സ് അതിന് കഴിഞ്ഞും കൂടുതലായിട്ട് നമ്മളുടെ മെമ്മറിയിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അതിന് ഉപയോഗിക്കുന്ന മെമ്മറിയാണ് ശരിക്കും ലോങ് ടൈം മെമ്മറി എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് എ വാസ്റ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി. ക്ലിയർ ആയല്ലോ? ലോങ് ടൈം മെമ്മറി ക്യാൻ ബി എക്സ്പ്ലിസിറ്റ് ഓർ ഇംപ്ലിസിറ്റ്. ലോങ് ടൈം മെമ്മറി സബ് ടൈപ്സ് ആണ്. ഒന്നാമത്തെ എക്സ്പ്ലിസിറ്റ്, രണ്ടാമത്തെ ഇംപ്ലിസിറ്റ്. എക്സ്പ്ലിസിറ്റ് മെമ്മറിക്ക് ഡിക്ലറേറ്റീവ് മെമ്മറി എന്നൊരു പേരും കൂടിയുണ്ട്. എക്സ്പ്ലിസിറ്റ് ലോങ് ടൈം മെമ്മറി അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് ലോങ് ടൈം മെമ്മറി. എക്സ്പ്ലിസിറ്റ് ഓർ ഡിക്ലറേറ്റീവ് മെമ്മറി റിക്വയർസ് കോൺഷ്യസ് റീകോൾ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇൻഫർമേഷൻ ദാറ്റ് ഈസ് കോൺഷ്യസ്ലി സ്റ്റോർഡ് ഓർ റിട്രൈവ്ഡ്. മനസ്സിലാക്കുക, ശരിക്കും ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു എഫേർട്ട് ഇൻഡിവിജ്വലിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ആരാണോ സബ്ജക്റ്റ് അയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായെങ്കിൽ മാത്രമേ അയാൾ എക്സ്പ്ലിസിറ്റ് മെമ്മറി അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് മെമ്മറി യൂസ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. കോൺഷ്യസ് എഫേർട്ട്. അപ്പോൾ അതിനൊരു നമ്മൾ ഓർക്കുക, എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സംഭവങ്ങൾ നമ്മൾ പഠിക്കുന്ന ഒരു തിയറി അല്ലെങ്കിൽ ഒരു അരിത്തമെറ്റിക് ഒരു ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഭാഗത്തു നിന്നൊരു കോൺഷ്യസ് എഫേർട്ട് ഉണ്ടാവണം. ശരിയല്ലേ? നമ്മൾ വീണ്ടും ട്രൈ ചെയ്ത് റിഹേഴ്സ് ചെയ്ത് നമ്മളിത് പഠിച്ചെങ്കിൽ മാത്രമേ ഇത് നമ്മളുടെ മെമ്മറിയിലേക്ക് ലോങ് ടൈം മെമ്മറിയിലേക്ക് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ലോങ് ടൈം മെമ്മറിയിൽ സേവ് ചെയ്ത് നമ്മളിത് റിട്രൈവ് ചെയ്ത് എടുത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഷോർട്ട് ടൈം മെമ്മറിയിലേക്ക് വരണം കേട്ടോ. അത് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നമ്മളുടെ റാൻഡം ആക്സസ് മെമ്മറി പറഞ്ഞില്ലേ, വർക്കിംഗ് മെമ്മറി. ഷോർട്ട് ടൈം മെമ്മറിയാണ് വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്നത്. ഇവിടെ ലോങ് ടൈം മെമ്മറിയിൽ ഇരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഫർദർ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ റീറ്റൈൻ ചെയ്ത് ഉപയോഗിക്കുന്നത് ഷോർട്ട് ടൈം മെമ്മറിയിലേക്ക് കൊണ്ടുവന്നാണ് കേട്ടോ. അതൊന്ന് മനസ്സിലിരിക്കുക. അടുത്ത പ്രോസസ്സ് പറയാൻ നമുക്ക് ഇത്രയും കൂടി ക്ലിയർ ആവും. എനിവേ, ഇവിടെ എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്നുള്ളത് മനസ്സിലാക്കുക. നമുക്ക് കോൺഷ്യസ് എഫേർട്ട് ഉണ്ടെങ്കിൽ ഈ മെമ്മറി ലോങ് ടൈം മെമ്മറിയിൽ കോൺഷ്യസ് എഫേർട്ടോടുകൂടി നമ്മൾ സേവ് ചെയ്യുന്ന ഒരു സംഭവം, അത് നമ്മളുടെ എക്സ്പ്ലിസിറ്റ് മെമ്മറിയിലേക്കാണ് പോകുന്നത്. എക്സ്പ്ലിസിറ്റ് മെമ്മറിനെ രണ്ടായിട്ട് വീണ്ടും തിരിച്ചിട്ടുണ്ട്. സെമാൻറ്റിക് മെമ്മറി എന്നും എപ്പിസോഡിക് മെമ്മറി എന്നും പറയുന്നത് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്ന് കോണ്ടെക്സ്റ്റിൻ്റെ ബേസിലും
രണ്ടാമത്തെ നമ്മളുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൻ്റെ ബേസിൽ നമുക്ക് കോൺഷ്യസ് എഫേർട്ടിൽ കാര്യങ്ങൾ സേവ് ചെയ്യുന്നതാണ് ഇതിനെ സെമാൻറ്റിക് അല്ലെങ്കിൽ ഈ പറയുന്ന എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുന്നത്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും നിങ്ങൾ 2 ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഇരിക്കാം. ഓക്കെ, ലോങ് ടൈം മെമ്മറിയിൽ നമ്മൾ ഇംപ്ലിസിറ്റ് മെമ്മറി പറഞ്ഞു, രണ്ടാമത്തെ എക്സ്പ്ലിസിറ്റ് മെമ്മറി പറഞ്ഞു, രണ്ടാമത്താണ് ഇംപ്ലിസിറ്റ് ലോങ് ടൈം മെമ്മറി അല്ലെങ്കിൽ പ്രൊസീജിയറൽ ലോങ് ടൈം മെമ്മറി എന്ന് പറയുന്നത്. ദീസ് മെമ്മറീസ് ആർ ബേസ്ഡ് ഓൺ അൺകോൺഷ്യസ് സ്റ്റോറിങ് ആൻഡ് റിട്രൈവിങ് ഓഫ് ഇൻഫർമേഷൻ. ദിസ് ടൈപ്പ് ഓഫ് മെമ്മറി ഈസ് ഓഫൻ എംപ്ലോയ്ഡ് ഇൻ ലേണിംഗ് ന്യൂ മോട്ടോർ സ്കിൽസ്. നമ്മളൊന്ന് മനസ്സിലാക്കി ഇരുത്തുക, ഇവിടെ ശരിക്കും പറഞ്ഞാൽ കോൺഷ്യസ് എഫേർട്ടിൻ്റെ ആവശ്യമില്ല ഈ പറയുന്ന ഇംപ്ലിസിറ്റ് ലോങ് ടൈം മെമ്മറിയിൽ. ഇപ്പോൾ എക്സ്പ്ലിസിറ്റ് ലോങ് ടൈം മെമ്മറി ആണെങ്കിൽ അവിടെ കോൺഷ്യസ് എഫേർട്ട് ഉണ്ട്. കോൺഷ്യസ് എഫേർട്ടിലൂടെ മാത്രമേ എക്സ്പ്ലിസിറ്റ് മെമ്മറിയിലേക്ക് നമുക്ക് കാര്യങ്ങൾ സേവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, ഇംപ്ലിസിറ്റ് മെമ്മറിയെ പറ്റിയിട്ടാണ് പറയുന്നതെങ്കിൽ ഇംപ്ലിസിറ്റ് മെമ്മറിക്ക് കോൺഷ്യസ് എഫേർട്ടിൻ്റെ ആവശ്യമില്ല. അൺകോൺഷ്യസ് സ്റ്റോറിങ് ആണ് അവിടെ നടക്കുന്നത്. നമ്മളെ മോട്ടോർ സ്കില്ലുകൾ പഠിക്കുക, ഇതെല്ലാം അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഓക്കെ, ആൻ എക്സാമ്പിൾ ഓഫ് ഇംപ്ലിസിറ്റ് ലേണിംഗ് ഈസ് ലേണിംഗ് ടു റൈഡ് എ ബൈക്ക്. നമ്മൾ മോട്ടോർ സ്കില്ലെന്ന് പറയുന്ന ഓർക്കുക, നമ്മളെ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ മോട്ടോർ സ്കില്ലുകൾ. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളൂ മോട്ടോർ ബൈക്കിൻ്റെ കാര്യം, അത് നമ്മൾ തെറ്റിപ്പോകാതിരിക്കുക. നമ്മളുടെ മൂവ്മെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് മോട്ടോർ എബിലിറ്റി എന്ന് പറയുന്നത്. നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു പോയതാണ്. ഓക്കെ, ഇവിടെ ഒരു ബൈക്ക് ഓടിക്കാൻ പഠിക്കുമ്പോൾ നമ്മൾ ഓടിച്ചങ്ങ് പോവുകയാണ് അല്ലേ. എല്ലാ സമയത്തും നമ്മളിത് കോൺഷ്യസ് എഫേർട്ട് എടുത്തിട്ടാണോ ഒരു ഒരു കയറ്റമാണ് വരുന്നത്, ഞാനിത് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടണം അല്ലെങ്കിൽ സെക്കൻഡ് ഗിയറിലേക്ക് പോകണം, ഇനി സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാണ്, തേർഡിലേക്ക് ഫോർത്തിലേക്ക് പോയാൽ മതി എന്ന് കോൺഷ്യസ്ലി നമ്മൾ ചിന്തിച്ചിട്ടാണോ ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മളൊരു ബൈക്ക് ഓടിക്കുന്ന സമയത്ത്. ഓക്കെ, വാട്ടെവർ, ഇനിയിപ്പോൾ ഒരു സ്കൂട്ടറാണ് ഓടിക്കുന്നതെങ്കിൽ പോലും അത് പഠിക്കുമ്പോൾ ഒരു വളവ് വരുമ്പോൾ കൈ കുറച്ച് നമ്മൾ പോകണം, അല്ലെങ്കിൽ സ്പീഡ് കുറച്ച് പോകണം, അല്ലെങ്കിൽ ആക്സിലേറ്റർ കുറച്ച് പോകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മൾ കോൺഷ്യസ്ലി ആണോ? അല്ല, അത് അൺകോൺഷ്യസ് ആയിട്ട് ചെയ്തു പോകുന്നതാണ്. അതാണ് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഈ പറയുന്ന പ്രൊസീജിയറിൽ അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് മെമ്മറിക്ക് ഒരു എക്സാമ്പിൾ പറയുന്നത്. ലോങ് ടൈം മെമ്മറി ഇസ് ദ ഫൈനൽ സെമി പെർമനൻറ്റ് സ്റ്റേജ് ഓഫ് മെമ്മറി. നമുക്കറിയാം ഷോർട്ട് ടൈം അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് മെമ്മറി അല്ലെങ്കിൽ സെൻസറി മെമ്മറിയെ സംബന്ധിച്ചിടത്തോളം ലോങ് ടൈം മെമ്മറി എന്ന് പറഞ്ഞാൽ ഫൈനലാണ്, ഒരു സെമി പെർമനൻറ്റ് സ്റ്റേജ് ഓഫ് മെമ്മറിയാണ്, അത് അവിടെ തന്നെ ഉണ്ടാവും. Unlike sensory or short-term memory, long-term memory has a theoretically infinite capacity and information can remain there indefinitely. ഓക്കെ, അവിടെ സ്റ്റേബിളായിട്ട് ഈ ഇൻഫർമേഷൻ എത്ര കാലത്തേക്ക് വേണം, കാലാകാലങ്ങളായിട്ട് നമ്മളൊരു എഫേർട്ട് എടുക്കുവാണെങ്കിൽ, മനസ്സിലായല്ലോ, ദർ ഷുഡ് ബി സം കൈൻഡ് ഓഫ് ആൻ എഫേർട്ട് ഫ്രം അവർ എൻഡ്. അല്ലെങ്കിൽ ഈ സംഭവങ്ങൾ നഷ്ടപ്പെട്ടു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ലോങ് ടൈം മെമ്മറി ഹാസ് ഓൾസോ ബീൻ കോൾഡ് റെഫറൻസ് മെമ്മറി. എന്തുകൊണ്ടാണ് റെഫറൻസ് മെമ്മറി എന്ന് പറയുന്നത്? Reference memory, we will use the items keep in this long time memory for further references. അല്ലേ, അതുകൊണ്ടാണ് ഇതിനെ റെഫറൻസ് മെമ്മറി എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ മസ്റ്റ് റെഫർ ടു ദ ഇൻഫർമേഷൻ ഇൻ ലോങ് ടൈം മെമ്മറി വെൻ പെർഫോമിങ് ഓൾമോസ്റ്റ് എനി ടാസ്ക്. ഓക്കെ, നമുക്ക് പുതിയ ടാസ്കുകൾ ചെയ്യാം. നമ്മൾ ലേണിങ്ങിൽ പഠിച്ചായിരുന്നു, പണ്ട് പഠിച്ച കാര്യങ്ങൾ വീണ്ടും നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മളുടെ മെമ്മറിയിലേക്ക് സേവ് ചെയ്ത് വെച്ച കാര്യങ്ങൾ നമ്മൾ വീണ്ടും ഉപയോഗിക്കുക? ഏത് മെമ്മറിയിലാണ്? ലോങ് ടൈം മെമ്മറി. എന്തിനു വേണ്ടിയിട്ടാണ്? റെഫറൻസിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇതിനെ റെഫറൻസ് മെമ്മറി എന്നൊരു പേരും കൂടി ഉണ്ട്. ക്ലിയർ ആയല്ലോ സംഭവം? ഇവിടെ ഇതിൻ്റെ ഒരു പ്രോസസ്സ്, ഒരു പിക്ചറൽ റെപ്രസെൻറ്റേഷൻ ഓഫ് മെമ്മറിയാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു ടൈപ്സ് ആൻഡ് പ്രോസസ്സസ്. അതിൻ്റെ അകത്ത് എൻകോഡിങ് നടക്കുന്നു. എൻകോഡിങ് എക്സ്റ്റേണൽ സെൻസറി ഇവൻറ്റ്സ് ഓർ അല്ലെങ്കിൽ എക്സ്റ്റേണൽ സെൻസറി സ്റ്റിമുലസ്, അവിടെ നിന്ന് ഒരു എക്സ്പോഷർ ഉണ്ടാകുന്നു, എൻകോഡിങ് നടക്കുന്നു. എൻകോഡിങ് നടക്കുമ്പോൾ എങ്ങനെയാണ്? നമ്മളുടെ 5 സെൻസ് ഓർഗൻസ് ഉണ്ട്, അതുവഴി ഏത് സെൻസ് ഓർഗൻ ഉപയോഗിച്ച് വേണമെങ്കിലും ഇവിടെ എൻകോഡിങ് നടക്കാം. വിഷ്വൽ, ഓൾഫാക്ടറി, ഗസ്റ്റേറ്ററി, ഏത് വെച്ച് വേണമെങ്കിലും, അല്ലെ ടാക്ച്വൽ, ഓഡിറ്ററി എൻകോഡിങ് നടത്തുന്നു. സെൻസറി മെമ്മറിയിൽ അത് നിൽക്കുന്നു. ഓൾ ഇൻഫർമേഷൻ ലോസ്റ്റ് വിത്തിൻ എ സെക്കൻഡ് ഓർ സോ. ഒരു സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്, 4 സെക്കൻഡ്, അതിൻ്റെ അപ്പുറത്തേക്ക് പോയില്ല. ഇത്രേ ഉള്ളൂ നമ്മളുടെ സെൻസറി ഓർ ഇമ്മീഡിയറ്റ് മെമ്മറിയിൽ നിൽക്കുള്ളൂ. നമ്മളവിടെ ഒരു സെലക്റ്റീവ് അറ്റൻഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, എനിക്കിത് വേണം അല്ല ഇതിനെപ്പറ്റിയുള്ള പ്രോപ്പർ ഇൻഫർമേഷൻ വേണം എന്നുള്ള രീതിയിൽ ഒരു സെലക്റ്റീവ് അറ്റൻഷൻ കൊടുക്കുകയാണെങ്കിൽ ഇത് നേരെ ഷോർട്ട് ടൈം മെമ്മറിയിലേക്ക് പോകുന്നു. രണ്ടാമത്തെ സ്റ്റേജിലേക്ക് പോയി. അൺറിഹേഴ്സ്ഡ് ഇൻഫർമേഷൻ ഈസ് ലോസ്റ്റ് ഈസ് അബൌട്ട് 15 to 30 seconds. 15 മുതൽ 30 സെക്കൻഡിനകം നമ്മളിത് റിഹേഴ്സ് ചെയ്തില്ലെങ്കിൽ ഷോർട്ട് ടൈം മെമ്മറിയിലെ ഇൻഫർമേഷൻ ലോസായി പോകും, നഷ്ടപ്പെട്ടു പോകും. പക്ഷേ മെയിൻ്റനൻസ് റിഹേഴ്സൽ, നമ്മൾ റിഹേഴ്സൽ ചെയ്യുകയാണെങ്കിൽ അത് കൺസോളിഡേറ്റ് ചെയ്ത് നേരെ നമ്മുടെ ലോങ് ടൈം മെമ്മറിയിലേക്ക് പോകും. ക്ലിയർ ആയല്ലോ? ഈ ലോങ് ടൈം മെമ്മറി എന്ന് പറഞ്ഞ ഇൻഫർമേഷൻ ഈസ് റീറ്റെയിൻഡ് ഇൻഡെഫിനിറ്റ്ലി ഓൾദോ സം ഇൻഫർമേഷൻ മേ ഡിഫിക്കൽട്ട് ടു റിട്രൈവ്. ചില കാര്യങ്ങൾ നമുക്ക് റിട്രൈവ് ചെയ്തെടുക്കാനായിട്ട് താമസം വരും, അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി വരും, അല്ലേ? ചില കാര്യങ്ങൾ പണ്ടൊക്കെ നമ്മൾ സേവ് ചെയ്ത കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ഓർത്തെടുക്കാനായിട്ട് കുറേ
ബുദ്ധിമുട്ട് വരും. നമ്മളുടെ നാവിൻ തുമ്പിലുണ്ട്, നമ്മൾ പറയും അല്ലേ. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു മെമ്മറിയാണ് ലോങ് ടൈം മെമ്മറി. അവിടെ പ്രോപ്പറായിട്ടുള്ള ഒരു ഇനി അത് യൂസ് ചെയ്യേണ്ടി വരുമ്പം റിട്രൈവ് ചെയ്ത് ഷോർട്ട് ടൈം മെമ്മറിയിലേക്ക് വിടും. ഷോർട്ട് ടൈം മെമ്മറിയാണ് അവിടെ നിർത്തി കാര്യങ്ങൾ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇതാണ് ശരിക്കും മെമ്മറിയുടെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ മെമ്മറിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ഫർദർ എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ഉണ്ട് മെമ്മറിനെ സ്വാധീനിക്കുന്ന. അതോടൊപ്പം തന്നെ മെമ്മറിയുടെ തിയറികളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം വരും ക്ലാസ്സുകളിൽ നമുക്ക് പഠിച്ചു പോകാം. ഓക്കെ, അതുവരെ ബൈ.